ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ സ്റ്റോറീസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്ത്. കോട്ടയം ഇപ്പോൾ അക്ഷരനഗരി മാത്രമല്ല, ഭക്ഷണ നഗരി കൂടെയാണ്. അതിന് കാരണം ദേ ഇതാണ്. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം വെൽക്കം. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്, അതിന് സംസാരിക്കാം അല്ലേ? പ്ലീസ്. യെസ്, നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഷെഫ് നളനാണ്. നളപാചകം നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നളവാചകങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭയങ്കര ഒരു വൈബുണ്ട്. ആക്ച്വലി ഇന്നത്തെ പിള്ളേരൊക്കെ പറയുന്ന പോലെ ഒരു വൈബ്, പല പ്രത്യേകതകളാണ്. നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിലും കാണാത്ത ആക്ടിവിറ്റീസ്, ഇപ്പോൾ ക്യാരം ബോർഡ്, ഇപ്പോൾ ചെസ് ബോർഡ്, അങ്ങനെയൊക്കെയുള്ള പല ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു തീം സെറ്റിംഗ് ആണ് ഇവിടെ. എനിക്ക് പെട്ടെന്നൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഫ്രണ്ടിൽ വന്ന് കയറുമ്പോൾ തന്നെയുള്ള ഒരു ബൈക്ക്, നമ്മുടെ പുറകിൽ കാണുന്ന ഒരു ബൈക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയക്ക് പുറകിൽ? ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ പൊതുവെ പുറത്ത് രാജ്യത്താണ്. അപ്പം നമുക്കൊരു ക്രൗഡ് ഫോബിയ ഉണ്ട്. എനിക്ക് ഒരുപാട് ക്രൗഡ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഞാൻ നോക്കുന്ന എപ്പോഴും ഒരു ക്ലിനിക്കലി ഒരു മീ സ്പേസിൽ പോയി ഇരിക്കാൻ പറ്റുക, ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ പറ്റുക, ഒരു ഗെയിം കളിക്കുക. പുറത്തെ രാജ്യത്ത് പിന്നെ ആൽക്കഹോളും പെർമിറ്റഡ് ആണ്, ഇവിടെ അതില്ല. അപ്പം ഒരു പ്രൈവറ്റ് ഡൈനിങ് ജോണർ പോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പം പലരും വിചാരിക്കും ഇവിടെ വലിയ ക്രൗഡ് ഇല്ല, ആളില്ല, താല്പര്യമില്ല. അപ്പം നമുക്ക് വരുന്നതെല്ലാം പ്രീമിയം ക്ലയൻറ്റുകളാണ്. അപ്പം മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗ് ചെയ്തിരുന്നു, നിങ്ങളുടെയൊക്കെ അമ്മയ്ക്കോ അച്ഛനോ ട്രീറ്റ് കൊടുക്കണമെങ്കിൽ പോലും നിങ്ങൾ കൊണ്ടുവരാം, ഞാൻ ഫ്രീ ആയിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. കാരണം പലർക്കും ഒരു ഡ്രീമാണ് നല്ലൊരു സ്പേസിൽ പോയിരുന്നു നല്ല ഫുഡൊക്കെ കഴിക്കുക, അല്ലേ? നമ്മളെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ട്രീറ്റ് കൊടുക്കുക, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കുക. ഇതൊരു പ്രൈവറ്റ് ഡൈനിങ് ജോണറാണ്. കാരണം പബ്ലിക് ഡൈനിങ് ജോണറാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് വരുന്നത് കുറച്ച് ക്രീം ഗസ്റ്റുകളാണ്. അപ്പോൾ അവർ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അവർ NRIs ആണ്, ഇല്ലെങ്കിൽ അവർ ഫോർ എക്സാമ്പിൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പം ഈ തട്ടുകടയിൽ നിന്ന് പോലും എനിക്ക് ദൈവാനുഗ്രഹിച്ച് നല്ല ഗസ്റ്റ് ലൈൻ ഉണ്ട്. അവർ വീക്കെൻഡ് ആകുമ്പോൾ ഞായറാഴ്ച കടയും അടച്ചിട്ട് ഇവിടെ ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മാത്രമല്ല പലരുടെയും ഒരു ധാരണ ഇത് കാണുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, ഭയങ്കര എക്സ്പെൻസീവ്. എനിക്ക് തോന്നുന്നു കോട്ടയത്ത് തന്നെ ഏറ്റവും ചീപ്പായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സെന്റർ ഇതാണ്. ഈ ഒരു സെറ്റപ്പിൽ. പക്ഷേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അവർക്കൊരു അഭിപ്രായം പറയാം. പിന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കുറച്ചിപ്പോൾ ബ്രദർ വരുന്നു, ഇല്ലേ ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നു, അവരുമായിട്ട് പ്രൈവറ്റ് സ്പേസിലിരുന്ന്. ഈ പബ്ലിക് സ്പേസിൽ ചെന്നിട്ട് ജനറലി ഞാൻ ഇവിടെ കാണുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് കിട്ടും, പെട്ടെന്ന് എല്ലാവർക്കും ബ്രദറെ എല്ലാത്തിനും സമയമുണ്ട് അല്ലേ, എല്ലാത്തിനും സമയമുണ്ട്. അവർക്ക് സമയമില്ലാത്തത് ഒന്ന്, അവനവൻ്റെ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ഫോൺ ആൻസർ ചെയ്യാൻ സമയമില്ല. ഞാൻ ജനറലി കാണുന്ന തിരിച്ചു വിളിക്കാം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അവർ 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂറും 12 മണിക്കൂറും ഓവർ ടൈമും ഡ്യൂട്ടിയും ചെയ്യാൻ റെഡിയാണ്. ഈ കളയുന്ന ഇല്ലെങ്കിൽ ഈ സമയമില്ലായ്മ എല്ലാം ഞാൻ കാണുന്നത് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ മണിക്കൂർ കണക്കിന് ഈ സേവ് ചെയ്യാതെ വെച്ചിരുന്ന സമയം മൊത്തം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അത് ഡൈനിലേക്ക് കിങ് കണക്കാവണം. ഞാനിപ്പോൾ ഷെഫിനെ വിളിച്ച് പറയും. ഇപ്പം പലരും ഇവിടെ വന്നിട്ട് പറയാനുണ്ട് ബിരിയാണി അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളൊരു കോൾ. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഞാനിപ്പം ശ്രീധരനെ വിളിക്കും, ഷെഫാണ്. നമസ്കാരം ഷെഫ്, ഞാൻ വരുന്നുണ്ട്, എനിക്കിന്ന് കരിമീൻ പാലിൽ പൊള്ളിച്ച് കിട്ടും, ചെയ്തു തരാൻ പറ്റൂ, അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ടോ? എക്സ്ട്രാ ചാർജ് ഇല്ല. സോ ഈ ഒരു ക്ലിനിക്കൽ തോട്ട് പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എത്രയൊക്കെ സമയമില്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ടൈം കൊണ്ടുവരണം. അവിടെ ഭയങ്കര ഡിലേ ആണ്, ഭയങ്കര ലാഗാണ്. നിങ്ങൾ എൻ്റെ കമൻസ് നോക്കിയാൽ തന്നെ കാണാം. എൻ്റെ ചോദ്യമേ, നീയൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ലാഗ് അടിക്കാതെ പോയിട്ടുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടറുടെ താഴെ പോയിട്ട് എഴുതാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടോ? ഇയാൾ എന്തൊരു കണാപ്പനാട്, ഇയാൾ എന്നെ അവിടെ 2 മണിക്കൂർ എൻ്റെ അമ്മയാവട്ടെ അവിടെ ഇരുത്തി, വയസ്സായ എൻ്റെ 60 വയസ്സായ അമ്മയ്ക്ക് ഡയബറ്റിക് ഉള്ളതാ, അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കണം, ഏതെങ്കിലും ഒരുത്തൻ ഈ കേരളത്തിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭക്ഷണം വെച്ചു കൊടുക്കുന്ന നമ്മളെ ഇപ്പം എങ്ങനെയാ കാണണ്ടേ? അല്ലേ? നമ്മൾ തോന്നുന്നു സാറേ പെട്ടെന്ന് കിട്ടുമോ, അല്ലെ ഷെഫെ പെട്ടെന്ന് കിട്ടുമോ, ഒന്ന് തരണേ, ഒന്നുമല്ലേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്തായി മറിച്ച് ബാക്കിയുള്ളവരെയും കൂടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോക്ക്. നീ തിന്നണ്ടേ. എന്നെ സംബന്ധിച്ചിടത്തോളം
സമയമുള്ളവൻ കഴിക്കാമെന്നാണ്. അത് കൂടിപ്പോൾ എന്ത് പറ്റും? ഓക്കെ, സ്ഥാപനം മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള, പോകുന്നിടത്തോളം മതിയെന്നേ. കറക്റ്റ്. ക്ലിനിക്കലി ചെയ്ത് കൊടുക്കുക. ഇവിടെ വരുമ്പം എന്നെ വിളിച്ചിട്ട് വരുന്ന ആർക്കാണെങ്കിലും ഞാൻ കുക്ക് ചെയ്ത് വരെ കൊടുക്കാൻ റെഡിയാണ്. യെസ്. ഇതൊരു വേറെ തോട്ട് പ്രോസസ്സാണ്. അതല്ലാണ്ട് കുറേ തിരക്കുണ്ടാക്കി കുറേ റഷ് ഉണ്ടാക്കിയിട്ട് സമയമില്ലാത്തവനെ കൂടെ ഓടി വന്ന് 2 പൊറോട്ടയും ബീഫും തിന്ന ഒന്നുമല്ല. നമ്മുടെ റെവല്യൂഷൻ ഉണ്ട്. നമ്മളെ കേരളീയൻ വിഭവത്തിന് മാർക്കറ്റിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. യെസ്. നമ്മളെ കേരളീയൻ വിഭവം കഴിക്കാൻ വരുന്നവൻ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളവനായിരിക്കണം. യെസ്. അതിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് സമയം അല്ലേ? കറക്റ്റ്. പല ആൾക്കാരും പറയാത്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാണ്. നിർത്തണമെങ്കിൽ നിർത്താം, കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ്. എവിടുന്നാണ് ഈ ഒരു ഫയർ ഉള്ളിലേക്ക് വരുന്നത്? നമുക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുന്നത്. നമ്മൾ അടിപടലം, അതായത് ഞാൻ ചാണാക്കുഴിയിൽ നിന്നും ചാണാക്കുഴിയിൽ വീണവന് തീർന്നു എന്ന് വിചാരിച്ച ഈ ആൾക്കാർക്ക് സീറോയിൽ നിന്ന് തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരു ദുരന്തത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ഗട്ട്സുമാണ്. ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുന്ന് വന്നതാണ്. മാക്സിമം എന്നെ എന്ത് ചെയ്യാൻ പറ്റും? തള്ളിയിടാൻ പറ്റും. ഞാൻ ഓൾറെഡി വീണതാ. എനിക്ക് തിരിച്ചു വരാൻ അറിയാം, എനിക്ക് എണീറ്റ് നിൽക്കാൻ അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഷൈനിൽ നിന്നും നളനിലേക്കുള്ള യാത്ര എന്താണെന്നുള്ളത് ക്ലിനിക്കലി സ്റ്റഡി ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പം പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് പൂട്ടിയോ അത് പൂട്ടിയോ. ഞാൻ ഓരോ റെസ്റ്റോറൻറ്റും വിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു നോക്കണം. ഇപ്പം RP മോൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അതായത് എനിക്ക് കൊല്ലത്ത് ഒരേ ഒരെണ്ണം യൂണിറ്റേ ഉള്ളൂ, ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് വന്നു. അതല്ലാത്ത പക്ഷം ഞാൻ ചെയ്തിരിക്കുന്ന ഇപ്പം എൻ്റെ കൊല്ലത്തെ ആദ്യത്തെ പ്രോപ്പർട്ടി, അതവിടെ റിയൽ എസ്റ്റേറ്റുകാർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. എനിക്കത് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവർ പറയുന്നത് കേസിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഞാനൊരു ഷെഡ് പോലെ കെട്ടി, ഞാൻ സൈഫ് അലി ഖാന്റെ ഫുഡ് ട്രക്ക് കൊണ്ടുവന്നു, ഞാനത് വിവാദമായ ഒരു പ്രോപ്പർട്ടിയാക്കി മാറ്റി. ഞാൻ പറഞ്ഞതിനേക്കാൾ എൻ്റെ മനസ്സ് നിറയുന്ന പ്രൈസിന് ഞാനത് വിറ്റു. ഇതിലാർക്കാ കഷ്ടം? വീണ്ടും ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഡിലേ അടിച്ചു, കൊറോണ വന്നതോടെ. ആ പ്രോപ്പർട്ടി ഞാൻ വിറ്റു. കടത്തിപ്പടിയിൽ ഞാനിപ്പം കോട്ടയത്തൊരു പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തു, പൂട്ടിക്കിടന്ന പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി റിനോവേറ്റ് ചെയ്തു, 38 ലക്ഷം രൂപയ്ക്കാണെന്ന് തോന്നുന്നു ആ ഓണേഴ്സ് അത് വിറ്റത്. അപ്പം ഇതിനകത്ത് ബിസിനസ്സിനകത്ത് ഇപ്പോൾ ബ്രദർ ഒരു പഴയ കാർ എടുക്കുന്നു, ബ്രദർ റിപ്പയർ ചെയ്യുന്നു, റെഡിയാക്കുന്നു, വിൽക്കുന്നു, ബ്രദർ കാശുണ്ടാക്കുന്നു. ഇവൻ കാർ വാങ്ങിക്കുന്നതും കാണാം, വിൽക്കുന്നതും കാണാം. നീ ഇതും വിറ്റോടെ. നമ്മൾ വിറ്റിരിക്കുന്നതിനകത്ത് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാ ചുമന്നുകൊണ്ട് നടക്കുന്നത്? പിന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർ പറഞ്ഞാൽ, എൻ്റെ സൗഹൃദത ഒരുപാട് സഹോദരിമാർ, എനിക്ക് ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്, കൂടുതലും ലേഡീസാണ്. ഈ സഹോദരിമാർ നാളെ ഇപ്പം അവർ പല രാജ്യത്ത് കിടന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ അവരിവിടെ വരുമ്പോഴത്തേക്ക് ചമ്മന്തി, ചോറ്, എനിക്ക് ഗവർണറിൻ്റെ അവാർഡ് ഓഫ് എക്സലൻസ് 2024 നേടിത്തന്നത് കഞ്ഞിയും ചമ്മന്തിയാണ്. നമ്മളിപ്പോൾ ഞാൻ ചൈനയിൽ 5 വർഷം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പോറിഡ്ജ് എന്ന് പറഞ്ഞ് തരുന്നത് കുടുംബത്തിലേക്ക് സ്വാഗതം എന്നുള്ള അർത്ഥത്തിലാണ്. ഇംഗ്ലീഷ് ഐ വിൽ കുക്ക് ഫോർ യു എന്ന് പറയുന്നത് വീട്ടിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും നിങ്ങളെ പരിചയപ്പെട്ട ഉടനെ വീട്ടിലോട്ട് വിളിക്കില്ല, മനസ്സിലാവുന്ന റെസ്റ്റോറൻറ്റുകളിലാണ് വിളിക്കുക. വീട്ടിലോട്ട് വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്ട്രാ മര്യാദയാണ്. ഐ വിൽ കുക്ക് ഫോർ യു എന്ന് പറയുന്നത് പോലും ഇപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അറിയാം, അതൊരു എക്സ്ട്രാ മര്യാദയാണ്. കുറച്ച് ഫിലിം സെലിബ്രിറ്റികൾ ഇവിടെ വന്നു, ഷാപ്പിൽ വന്നു. അപ്പോൾ അവർക്ക് കുണ്ട്രക്കായലിലെ കരിമീൻ കഴിക്കണം. കരിമീൻ എല്ലാവരും കഴിച്ചിട്ടുണ്ട്, കേരളത്തിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് കരിമീൻ ഏതാണ്? കാഞ്ഞിരകോട് കുണ്ട്രക്കായലിലെ കരിമീനാണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കരിമീൻ. ഇത് എത്ര പേർക്ക് അറിയാം? അറിയില്ലെങ്കിലും അവർ വിചാരിച്ചിരിക്കുന്ന കരിമീൻ അവർ കഴിച്ചിട്ടുണ്ടെന്നാണ്. കുണ്ട്രക്കായലിലെ കരിമീൻ ഞാൻ ഇവിടുന്ന് 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും ഐസ് വെച്ച് റെഡിയാക്കി അതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ പാൽക്കറിയാക്കിയാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വണ്ടിക്കൂലി മാത്രം ഏകദേശം 2500 രൂപയോളമായി. കുണ്ട്രക്കായലിലെ കരിമീൻ ഏകദേശം 1000 റുപ്പീസോളം വരും 1 കിലോയ്ക്ക്. അത് ആസാമിയുടെയോ ബംഗാളിയുടെയോ കരിമീനല്ല. അപ്പം അത് കഴിക്കണമെന്ന് ഒരുത്തൻ മനസ്സിൽ വിചാരിച്ചാൽ അതും സാധിച്ചു കൊടുക്കാം. അപ്പം കരിമീൻ്റെ ബില്ല് കാണുമ്പോഴത്തേക്ക് ഒരു കരിമീനിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 550 രൂപ ഇട്ടില്ല, 650 രൂപ ഇട്ട്
ഇത് 1 കിലോയ്ക്ക് അവിടെ കിട്ടുന്നതല്ലേ? അതെ അതെ അല്ലേ? 1 കിലോ കോഴി 150 രൂപയുള്ളു. ഒരു ചിക്കൻ ബിരിയാണിക്ക് അയാൾ വാങ്ങിക്കുന്ന 180 രൂപയാണ്. ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ബാക്കിൽ ഓരോ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഓരോ റെസ്റ്റോറൻറ്റുകളും സഫർ ചെയ്യാം. നിങ്ങൾ കാണുന്ന ബിസിനസ് എന്ന് പറയുന്നത് റോൾ ചെയ്യാണ്. ഇപ്പോൾ പൊറോട്ടയും ഗ്രേവിയും കൊടുക്കുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭയങ്കര തിരക്കാണ്. ആ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത് സൊമാറ്റോ വഴി 4 പൊറോട്ട ഓർഡർ ചെയ്യും, എന്നിട്ട് അടിയിൽ എഴുതിയേക്കും പ്ലീസ് കീപ് സം ഗ്രേവി എന്ന്. പക്ഷെ സൊമാറ്റോയുടെ വണ്ടി മൊത്തം ഫ്രണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലായി, അയാൾ സഫർ ചെയ്യുക. അങ്ങനെ എത്ര റെസ്റ്റോറൻറ്റുകൾ പൂട്ടുന്നുണ്ട് അല്ലേ? ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഇതൊന്ന് തിരിച്ചു തുറക്കാനോ. ഈ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ട്, പേര് ഞാൻ പറയുന്നത്, താഴെ കമൻറ്റ് ഇട്ടേക്കുന്നത് നീ ഇപ്പോൾ പൂട്ടും, നീ 6 മാസത്തിൽ പൂട്ടും. ഒന്ന് ആലോചിക്കുക, അയാൾക്കൊരു കുടുംബം ഇല്ലേ ശ്രീജിത്ത്? ഞാനാണെങ്കിൽ ചെന്നിട്ട് വിളിച്ചു പറയാം, മച്ചാ ഒന്ന് ശ്രദ്ധിച്ചോണം, ഇത് ഇന്ന മാറ്റി പിടിക്കുക, ഇന്നായിരിക്കും നിനക്ക് ഗൈഡൻസ് ആയിട്ട് നല്ലത്, ഈ ഇതങ്ങോട്ട് സുഖിക്കുന്നില്ല അല്ലേ? ഇതല്ലേ നമ്മൾ ഇത്രയും ഭയങ്കര സംസ്കാരമുള്ള സംസ്ഥാനമാണെന്നാണ് പറയുന്നത് അല്ലേ? ഇതല്ലേ അതിന്റെ കറക്റ്റ് കാര്യം? അതല്ലാണ്ട് ഇപ്പൊ ബ്രദറിന് എൻ്റെ ഇവിടുന്ന് കഴിച്ച കപ്പയും മീൻകറി ഇഷ്ടപ്പെട്ടില്ല. ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയും, ബ്രോ ഞാൻ വലിയ പ്രതീക്ഷയിലാണ് വന്നത്, അതങ്ങോട്ട് ശരിയായില്ല, മുളകിന്റെ കുത്തിശാലം കൂടുതലാണ്, സോറി ബ്രോ ഞാൻ സെറ്റ് ചെയ്തോളാം അല്ലേ? കഴിഞ്ഞു. നേരെ മറിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇന്നലെ ഞാൻ അവിടെ പോയി ഒരു കപ്പയും മീൻകറിയും കഴിച്ചു, 100 രൂപ 150 രൂപ വാങ്ങിച്ചു. വായിക്ക് വെക്കാൻ കൊള്ളത്തില്ല. അവൻ ഇങ്ങനെ പോവാണെങ്കിൽ 6 മാസം പൂട്ടും. എന്ത് സംസ്കാരമാണ് ബ്രദർ? സത്യം. ഇവനൊരു അച്ഛനില്ലേ, ഇവനൊരു അമ്മയില്ല. അവൻ ഈ എത്ര ജോലിക്കാരാണ് ആ സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. 100%. നിങ്ങളടുത്തോ ഇല്ലേ നിങ്ങളുടെ കുടുംബത്തിലോ വന്ന് ഞാൻ ഈ ഒരു ഡയലോഗ് അടിച്ചാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇതല്ലേ സംസ്കാരം? ശരിക്കും ഈ ബേസിസിൽ വേണം ആൾക്കാർ ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഒരു പരിഗണന വേണം അല്ലേ? എപ്പോഴും വേണം. ഓരോരുത്തരും ഒരു തട്ടുകടയായാലും. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ഒരുപാട് പയ്യന്മാരിറങ്ങും. റെസ്റ്റോറൻറ്റ് ഇവരെ നിങ്ങളെ അച്ഛനമ്മമാരത്തൊക്കെ പറഞ്ഞിട്ടോ ഇല്ലേ നിങ്ങളെ സഹോദരി സഹോദരന്മാരത്ത് പറഞ്ഞിട്ടോ നിങ്ങൾ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുക്കും. ശരി, ഞാൻ പറയും ചെയ്യരുത്. നിങ്ങൾ വഴിയുടെ സൈഡിൽ മൊത്തം തട്ടുകടകൾ ഇടുക. വല്ലപ്പോഴൊക്കെ വന്ന് പൊളിപ്പിക്കുമെന്നല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരു ശല്യവും ഇല്ല. നിങ്ങൾക്ക് 2000-3000 രൂപ ഡെയിലി വീട്ടിൽ കൊണ്ടുപോകാം. ആരും വന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂസ് ഊരാനോ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അതൊന്നോ ഒരു FSSAI ലൈസൻസും എടുത്ത് വെച്ച് എനിക്ക് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം ഉടനീളം തെക്ക് വടക്ക് തട്ടുകടകൾ വരണം. കറക്റ്റ്. അങ്ങനെ റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്മാർ 1 കോടി രൂപ 50 ലക്ഷം രൂപ 2 കോടി രൂപ മുടക്കി എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. കേരളത്തിൽ അതൊരു വലിയ അപകടമാണ്. കാരണം ഒന്ന്, ഇന്ന് രാത്രി പാചകം ചെയ്യാൻ വരുന്നവനോ പാത്രം കഴുകാൻ വരുന്നവനോ നാളെ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഞാനിപ്പം ഈ പാചകം ഇച്ചിരി അറിയാവുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. എത്രയോ സുഹൃത്തുക്കൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പരിഗണന ഉണ്ടാവണം, ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവണം. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടെങ്കിലേ ബ്രദറിനും നാളെ ഒരു കോഫി ഷോപ്പ് തുടങ്ങണമെന്ന് തോന്നും. അത്രേ ഉള്ളൂ. അതെ. ഇതിപ്പോൾ നമുക്ക് പേടിയാണ്. എത്ര സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പലരും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഇത് തുടങ്ങണം അത് തുടങ്ങാം. ഞാൻ പറയും എൻ്റെ പൊന്നു ബ്രദർ, നമുക്ക് വല്ല കഞ്ഞി കച്ചവടം തുടങ്ങാം, ചെറിയൊരു ടക്ക് ഷോപ്പ് തുടങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് വഴി നീളം ഇപ്പം ഫുഡ് കാർട്ടുകൾ നടത്തിട്ട് ഇപ്പോൾ ചായ കച്ചവടം ചെയ്യുന്ന ഫുഡ് കാർട്ടുകൾ തുടങ്ങാം. അത്രയേ ഉള്ളൂ. തൂക്കി വിറ്റാലും 50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ എങ്ങനെയാണ് കേരളം ഡെവലപ്പ് ചെയ്യേണ്ടത്? ടൂറിസം ബേസ് ചെയ്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? കേരള ടൂറിസത്തിനകത്ത് ബേസിക്കലി വരേണ്ടത് കേരളീയൻ കളിനറിയാണ്. യെസ് ഓർ നോ? കറക്റ്റ് അല്ലേ? എൻ്റെ ചോദ്യം ശ്രീജിത്തിനോട്, കേരളത്തിൽ കേരളീയൻ കളിനറി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ധൈര്യത്തോടെ പറയാം ഷെഫ് നളൻസ് അക്കാദമി. അതിപ്പോ ധൈര്യത്തോടെ എന്തൊരു അല്ലെ, ഞാനിപ്പോ അതിനകത്ത് ക്രെഡിറ്റ് ആയിട്ടൊന്നും അല്ല കാണുന്നത്. അല്ല, അതൊരു വലിയ തോട്ടാണ് ശരിക്കും. നമ്മുടെ കൾച്ചറും നമ്മുടെ ഫുഡും എൻജോയ് ചെയ്യാൻ വരുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ്, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തന്റിക് ആയിട്ടുള്ള എന്ത് ഫുഡാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇപ്പൊ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ, താങ്കളുടെ സുഹൃത്ത് ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ താങ്കളുടെ സുഹൃത്ത് ദുബായിൽ നിന്ന് വരുന്നു, ഒരു അറബി ദുബായിൽ നിന്ന് വരുന്നു. ഈ അറബിയും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇവിടുത്തെ കുഴിമന്തിയോ ഇല്ലെങ്കിൽ ഷവായിയോ ഷവർമയോ. എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഹോട്ടലുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും പാചകക്കാരൻ ബേസിക്കലി നിൽക്കുന്നത് 60 തൊട്ട് 80 തൊട്ട് 90% വരെയും ബംഗാളികളാണ്. കറക്റ്റ്. ശ്രീജിത്തിനെ പോലത്തെ ഒരു വ്യക്തിത്വം കഷ്ടപ്പെട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിച്ച് സമ്പാദിച്ച കാശുമായി ഒരു ബംഗാൾ കിട്ടണ ഷവർമ ചെയ്ത് എന്ന് പറയുന്നിടത്ത് പോയി നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ദുരവസ്ഥയെന്ന് ചിന്തിച്ചു. എക്സാക്ട്ലി.
ഒരു സ്റ്റാൻഡർഡൈസേഷൻ, അറ്റ്ലീസ്റ്റ് ഒരു ക്ലെൻലിനെസ് ഉള്ളൊരു ഒരു ഷെഫ്, ഇല്ലെങ്കിൽ ഒരു കോമി സ്റ്റാൻഡേർഡിലുള്ള ഒരാൾ, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു 10-20 വർഷം കൊണ്ട് ഈ ഫീൽഡിലുള്ള ഒരാൾ മൊത്തം നിൽക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇന്നിപ്പോൾ കാഷ്യറിൽ വരെ ബംഗാളി എത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഈ വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ആസാമികളായാലും ശരി, ആരായാലും ശരി, ഇവരൊക്കെ വൃത്തിയും വെടുപ്പും ഉള്ളവരെയാണോ നിർത്തിയേക്കുന്നത്? ഇവരൊക്കെ കുളിക്കുമോ എന്ന് വരെ എനിക്ക് ഡൗട്ടാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് മുറ്റം തൂത്ത് വൃത്തിയാക്കാനും പാത്രം കഴുകാനും. പക്ഷേ ഇന്നത്തെ റെസ്റ്റോറൻറ്റുകൾക്ക് വേറെ നിവർത്തിയില്ല. ഒരു മലയാളിയെ നമ്മൾ ജോലിക്ക് എടുത്താൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടേം തന്ന അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, ലീവ് എടുക്കുകയാണ്. ഇവർ ഗൾഫിലാണെങ്കിൽ എടുക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും തർക്കിക്കാനോ, ഞാൻ എൻ്റെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, ഇപ്പം ഹോസ്പിറ്റലിൽ പോലെ തന്നെ എൻ്റെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അവർക്ക് എൻ്റെ സ്നേഹമുണ്ടോ ഇല്ലയോ, ഞാൻ അവരെ കാണുന്ന എൻ്റെ സഹോദരന്മാരായിട്ടാണ്, സഹോദരിമാരുമായിട്ടാണ്. അവർക്ക് നന്മ വരണം. ഉബണ്ടുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഓഫ് യു ഹു ഐ ആം. അതൊരു ആഫ്രിക്കൻ പ്രോവർബാണ്. ബിക്കോസ് ഓഫ് യു ഹു ഐ ആം. ഇതാണ് തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. പലരും വിചാരിക്കും അറിവാണ് വലുതെന്ന്. ശരിയല്ലേ? അറിവാണോ വലുത്, തിരിച്ചറിവാണോ വലുത്? തിരിച്ചറിവ്. ഇതായിരുന്നു പണ്ട്. മാമൻ എന്ന തിരിച്ചറിവ്, അമ്മ എന്ന തിരിച്ചറിവ്, പൊന്നുപെങ്ങൾ എന്ന തിരിച്ചറിവ്, വല്യേട്ടൻ എന്ന തിരിച്ചറിവ്, കൊച്ചച്ഛൻ, കുഞ്ഞമ്മ എന്ന തിരിച്ചറിവുകൾ. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലേ? കറക്റ്റ്. എല്ലാവരും സ്മാർട്ടാണ്. എന്തിനാ സ്മാർട്ട് ആവേണ്ട ആവശ്യം? ഇന്ന് എൻ്റെ ഇരിക്കുന്ന മൊബൈൽ ഫോണിന് എന്നെക്കാട്ടിയും 1000 മടങ്ങ് സ്മാർട്ടാണ്. നിങ്ങൾ വയസ്സാണോ? നിങ്ങൾ ക്രിയേറ്റീവാണ്, നിങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇത് മൊബൈലിന് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും കുട്ടികളെ തന്നെ സ്കൂളിൽ വിട്ടിട്ട് കാണാൻ പഠിപ്പിക്കുക. ശ്രീജിത്ത് എഴുതി വെച്ചു, അടുത്ത 10 വർഷം ഇല്ലെങ്കിൽ 15 വർഷത്തിൽ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം മാറും. പിന്നെ എന്തായിരിക്കും അവർ പഠിപ്പിക്കുന്നത്? വാട്ട് ടു ഈറ്റ്, ഹൗ ടു ഈറ്റ്, വെൻ ടു ഈറ്റ് എന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസം. കാരണം നിങ്ങൾക്ക് ആർക്കും എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല. നിങ്ങൾക്ക് ബാക്കിയെല്ലാം മൊബൈലിൽ കിട്ടും. കുട്ടികൾ ഇനിയിപ്പോൾ ഇത് കഴിച്ച്, നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണ്, മക്കൾ ഇതെല്ലാം മൊബൈലിലുണ്ടെന്ന് തന്നെ കരുതിക്കോ. ഇത് കഴിക്കണ്ടേ? സ്കൂളുകളിൽ വലിയ വലിയ കിച്ചണുകൾ വരും. അവിടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് പറയുന്നതായിരിക്കും സിലബസ്. താങ്കളെ മക്കളെ കൊണ്ടാക്കുമ്പോൾ രാവിലെ മുട്ടയും പാലും, ഉച്ചയ്ക്കത് മറ്റേത് കുറച്ച്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനി മൊബൈലിലായി. അപ്പോൾ താങ്കൾക്ക് ഇപ്പം ഇന്ത്യയുടെ ക്യാപിറ്റലോ ഇല്ലെങ്കിൽ ഇപ്പം അടുത്ത ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററോ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിക്കുകയും വേണ്ട, പ്ലീസ് ടെൽ മീ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ഇൻ എ സെക്കൻഡ്, റൈറ്റ്? സോ എൻഡ് ഓഫ് ദ ഡേ your education will change. From your brain it will move to gut intelligence. Guts. ഒരാളെ പിടിക്കുമ്പോൾ എന്താ പറയുന്നത്? ഗട്ട്സ് ഉണ്ടെങ്കിൽ തൊറ എന്നല്ലേ പറയുന്നത്? എക്സാക്ട്ലി. അതെന്താ അങ്ങനെ പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആ ഒരു ചങ്കുറപ്പ് എന്നുള്ള ഒരു ഇത് മാത്രമേ എടുക്കാറുള്ളൂ. ഗട്ട്സ് മീൻസ് സ്റ്റൊമക്. ഗട്ട്സ് ഇന്റലിജൻസ്. ദാറ്റ് ഈസ് ദ പ്രൈമറി ഇന്റലിജൻസ്. ഒരു ബനാന വയറ്റിലേക്ക് വീഴുന്ന മുഹൂർത്തത്തിൽ ഗട്ടാണ് ചിന്തിക്കുന്നത്. അത് സെക്കൻഡ്സിനകത്ത് എവിടെ എന്താ മാഗ്നീഷ്യം ഇങ്ങനെ മാറണം, ഇങ്ങനെ മാറണം, ഗ്ലൂക്കോസ് ഇങ്ങനെ മാറണം, സെക്കൻഡ്സ്. അല്ലാണ്ട് വയറ്റിലിട്ട് 24 മണിക്കൂർ ഇരുന്ന് ആലോചിച്ച് എന്നാൽ പിന്നെ ഇച്ചിരി ബ്രെയിന് കൊടുക്കാം, എന്നാൽ ഇച്ചിരി മസിനോ, നത്തിങ്. സോ ഗട്ട് ഇൻ്റലിജൻസ് ഇത് മാറും. ഇപ്പം AI, WI എന്നൊക്കെ പറഞ്ഞ് പോകുന്ന എല്ലാം മാറിയിട്ട് ഇറ്റ് വിൽ കം ഇൻ ടു യുവർ ഗട്ട് ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, വേർ വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങൾ. ഈ ഗട്ട് ഇൻ്റലിജൻസിൻ്റെ എഡ്യൂക്കേഷൻ അതിന് വരാൻ പോകുന്നു. ഇപ്പോൾ അതിന് ഡയറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഇതെല്ലാം മാറും. താങ്കളുടെ കുട്ടികളെ നാളെ, കാരണം വീട്ടിൽ ഇരുന്നപ്പോൾ കഴിക്കുന്നോന്ന് അറിയില്ല. താങ്കൾക്ക് ജോലിക്ക് പോകണം, താങ്കളുടെ വൈഫിന് ജോലിക്ക് പോകണം. ഒരു ജോലിക്കാരനെ എഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ 1000 റുപ്പീസ് കൊടുക്കാണ്ട് ആരും ജോലിക്ക് വരില്ല. 30,000 അതിന് മാറ്റുന്നതിലും വേഗം നമ്മൾ വീട്ടിൽ ഇരുന്നവർക്ക് വിഷം വെച്ച് കൊടുക്കുന്നതല്ലേ? അല്ലേ? കേരളത്തിൽ ലേബർ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്കൂളിൽ കൊണ്ടാക്കും. സ്കൂളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വരും. അപ്പോൾ മക്കൾ രാവിലെ ബ്രോക്കലി കഴിച്ചു, അവർ കഞ്ഞി കുടിച്ചു, അല്ലേ? ഇതായിരിക്കും ഇനി അച്ഛനും അമ്മയും. കാരണം താങ്കൾ മനസ്സിലാക്കേണ്ടത്, താങ്കളുടെ മക്കൾ എന്തുമാത്രം എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ബ്രീഡ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാടോ ഇതെല്ലാം സമ്പാദിക്കുന്നത്? ഒരു പട്ടിയെ വാങ്ങിക്കുമ്പോഴും ശ്രീജിത്തെ രക്തം നോക്കി വാങ്ങിക്കണമെന്നല്ലേ പറയുന്നത്? ജെനറ്റിക്സ്. യുവർ ഫുഡ് ഡിഫൈൻസ് ഇറ്റ്.
അവിടാണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇച്ചിരി മുമ്പേ ഇപ്പോൾ ടൈം ട്രാവൽ എന്നൊക്കെ പറഞ്ഞത് സമയത്തിന് മുമ്പേ ഇച്ചിരി ട്രാവൽ ചെയ്യുന്നു. ഞാനിവിടെ കഴുകി ഉണക്കിയ മുളക് പൊടിയും ശുദ്ധമായ വെളിച്ചെണ്ണയും ഇതെല്ലാം നോക്കിയാണ് നാടൻ കോഴി വറുത്തരച്ചതും എല്ലാം വെച്ചിട്ട് ഞാൻ ഫുഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നേ. നീ എന്ത് ചെയ്യുന്നു അത് നിന്നിലേക്ക് വരുമെന്നാണ് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം. എൻ്റെ കർമ്മങ്ങൾ ക്ലെൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ക്ലെൻസ് ചെയ്യാണ്ട് ഞാനിപ്പോൾ കുറേ ടേസ്റ്റ് എൻഹാൻസറും കുറച്ച് മീറ്റ് ടെൻഡറൈസറും ഇതും എല്ലാം ഇട്ടിട്ട് താങ്കളോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത എനിക്കായിട്ട് ഞാൻ എന്തോ മാന്ത്രികനാവും. മനസ്സിലാവുന്നില്ല. ഈ ടെൻഡറൈസ് ചെയ്യാനും ഈ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ എങ്ങനെ പറ്റുന്നു? ഈ പാക്കറ്റ് ഫുഡ് താങ്കൾ മനസ്സിലാക്കേണ്ടത് സിംഗപ്പൂരിലും ജപ്പാനിലും ഒക്കെ കുട്ടികൾക്ക് ബാൻ ചെയ്തിരിക്കാം. താങ്കൾ ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങിച്ച് താങ്കൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ബേസിക്കലി പോയ്സൺ ആണോ കൊടുക്കുന്നത്? അതൊരു ക്രൈം അല്ലേ? ഇവിടുത്തെ പല ഫിസി ഡ്രിങ്കിൻ്റെയും റേഷ്യോ, ഷുഗർ റേഷ്യോ എടുത്താൽ അതിൻ്റെ 50% ഉള്ളു സിംഗപ്പൂരിൽ. എന്താ കാര്യം? അതേ കമ്പനി അവിടെ 10% ഇവിടെ അതിൻ്റെ ഡബിൾ പെർസെൻറ്റേജിലും അടിച്ചാൽ നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഇതുണ്ടല്ലേ? ചോദിക്കുക, നമുക്ക് ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഈ ഹെൽത്തി നേഷൻ എന്ന് പറയുന്നതാണ് ഒരു വെൽത്തി നേഷൻ. എക്സാക്ട്ലി അല്ലേ? താങ്കൾ ഇപ്പം സ്മാർട്ടായിട്ടുണ്ട്, ഞാൻ സ്മാർട്ടായിട്ടുണ്ട്, എനിക്ക് 2 മക്കൾ ജനിച്ചു. അതൊക്കെ എൻ്റെ പിതൃക്കൾ ചെയ്ത പുണ്യമാണ്. എൻ്റെ പിതൃക്കൾ ചെയ്ത പുണ്യമാണ്, എൻ്റെ അല്ല. ഞാൻ കഴിക്കുന്നതാണ് എൻ്റെ മകൻ, എൻ്റെ മകൻ കഴിക്കുന്നതാണ് കമ്മിങ് ജനറേഷൻ. അപ്പം ഫുഡല്ലേ കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യേണ്ടത്. കറക്റ്റ്. ഈ എഡ്യൂക്കേഷനാണ് ആസ് എ ഫുഡ് സയൻറ്റിസ്റ്റ് ഓർ ആസ് എൻ എഡ്യൂക്കേറ്റർ ഇൻ ബീയിങ് ഇൻ ടു ദിസ് ഹോട്ടൽ ഇൻഡസ്ട്രി ഐ ലവ് ടു ഇൻഫോം പീപ്പിൾ. ഞാൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് ബിരിയാണി ഇവിടുന്നും കഴിക്കാം, അപ്പുറത്തുനിന്നും കഴിക്കാം, എവിടുന്നും കഴിക്കാം. വൈ ഷെഫ് നളൻ എന്ന ചോദ്യത്തിന് ഉത്തരവ് ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഗ്രേറ്റ്. യെസ്. പേരിൻ്റെ ഒരു കൗതുകം. അതായത് ഇപ്പോൾ ഷൈൻ എന്നുള്ളൊരു വ്യക്തി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷെഫ് നളനിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ നളൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ ഒരുപാട് കേട്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു എന്താ പറയണ്ട ഏറ്റവും അവസാന വാക്കെന്നൊക്കെ പറയും അല്ലേ നമ്മൾ. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു അതിലേക്ക് ഒരു കണക്റ്റ് ആയത്, അല്ലെങ്കിൽ ആ ഒരു മെറ്റമോർഫോസിസ് എങ്ങനെയാണ് സംഭവിച്ചത്? ബേസിക്കലി ഞാനൊരു MBA പേഴ്സണാലിറ്റി. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം പുറത്താണ്. ഞാൻ ജനിച്ചത് തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയാണ്. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്, എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഉള്ള ബൈക്കാണ് സുസുക്കി ഷോഗൻ. അല്ലേ? കോളേജിൽ എനിക്ക് വാങ്ങിച്ചത്. അന്ന് ഇതിന് 19 മൈലേജേ ഉള്ളൂ. അന്ന് 19-20 മൈലേജേ ഉള്ളൂ. അല്ല, ഇതൊക്കെ കാണുമ്പോൾ തന്നെ താങ്കൾ എത്രത്തോളം അതിനെയൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക്. എൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചത് എൻ്റെ ഫസ്റ്റ് ബൈക്കാണ്. അന്ന് ഇതിന് 28 മൈലേജ്, ടു ബി വെരി പ്രിസൈസ് 28 മൈലേജ്. എൻ്റെ കൂടെ ബൈക്ക് വാങ്ങിച്ച വ്യക്തിത്വമാണ് അയ്യപ്പാസിൽ ആനന്ദ്, എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പം അന്ന് കൊല്ലത്ത് 2 ഷോഗണോ 3 ഷോഗണോ ഉള്ളു. അന്ന് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പം വളരെ എൻഹാൻസ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ലൈഫ് ലീഡ് ചെയ്ത് ഞാൻ പുറത്ത് പഠിച്ചു. എനിക്ക് നല്ല ജോലി കിട്ടി. എൻ്റെ ഒരു 10-25 വയസ്സിൽ തന്നെ എനിക്ക് 19,000 രൂപ സാലറിയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബ്രോയിലർ ആയിരുന്നല്ലോ നമ്മളെ ടിപ്പിക്കൽ ഒരു കേരളീയൻ സ്ട്രക്ചറിൽ വളർന്നതല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ എല്ലാ മാസവും അന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓപ്പൺ ആയ സമയമാണ്. എല്ലാ മാസവും ഞാൻ നാട്ടിൽ വരും. ചിന്നക്കടയിൽ പോകുന്നതാണൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം അന്ന് ഉണ്ടാക്കിയെടുത്ത ഇപ്പോൾ കുടുംബത്തിനകത്തും പുറത്തുമായിട്ട് കുറച്ച് സൗഹൃദങ്ങളുണ്ടായി. എനിക്കങ്ങനെ പൊതുവേ മലയാളികളുമായിട്ടോ ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പഠിച്ചതുകൊണ്ട് അറബികൾ, ഇംഗ്ലീഷുകാർ, ജർമ്മൻ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടോ കൂടുതലും സൗഹൃദം. എനിക്കങ്ങനെ ടിപ്പിക്കൽ മലയാളികളുമായിട്ടുള്ള സൗഹൃദം കുറവാണ്. പിന്നെ NRI മലയാളികളുണ്ട്. അവർ പാവപ്പെട്ടവന്മാർ അവിടെ വന്ന് ഒരു ബെഡിൽ കിടന്ന് പഠിച്ച് വളർന്ന് വന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ വേദനകൾ കൂടുതൽ കണക്ട് ചെയ്യാൻ അറിയാൻ പറ്റും. പക്ഷേ നാട്ടിൽ വരുന്നവർ നോക്കുന്ന നമ്മളിൽ ക്രിസ്മസ് പപ്പ് വരുന്നതാണ് എങ്ങനെ നമ്മളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വരുന്നു, മദ്യപാനം, ഫുഡ് ഇതെല്ലാം കൊടുക്കും. കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒരു 8-8 6 കാണും, ഒരു ഗ്യാങ് പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും ഇവരുടെ അച്ഛനും അമ്മയും നോക്കാൻ നേരത്ത് ഇപ്പം എൻ്റെ തന്നെ ബന്ധത്തിലുള്ള ഇതാണെങ്കിൽ പോലും ഞാൻ വലിയ നിലയിൽ ബാക്കിയുള്ളവരാരും എത്തുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് വേടാ നീ ഇവനെ കൂടെ കൊണ്ടുപോകണേ, ഇവനെ കൂടെ കൊണ്ടുപോകണം. ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം എൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഇവരെല്ലാം കൊണ്ടുപോയി അത് തന്നെ എനിക്ക് കുരിശായി മാറുകയും ലാസ്റ്റിൽ വളരെ വലിയ ദുരന്തത്തിലേക്ക് ഞാൻ ചെന്ന് അവസാനിക്കുകയും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പിടിച്ച് പറിച്ച് തട്ടിപ്പറിച്ച് എനിക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, ഇന്നുമായിട്ടില്ല.
അത് ശരി. മനസ്സിലായില്ല. എൻ്റെ വീടെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് നടു റോഡിൽ വന്ന് നിന്നൊരു വ്യക്തിത്വമാണ് ഞാൻ. അതിനകത്തെല്ലാം ബലിയാടായതെന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. എൻ്റെ വൈഫ് ബേസിക്കലി ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിയെ പോലും ഇതിനകത്ത് വലിച്ചഴച്ച്, പുള്ളിക്കാരി ഒരുപാട് മെൻ്റൽ ട്രോമ അനുഭവിക്കേണ്ടി വന്നു. ഇതിനെല്ലാം ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഞാൻ നാട്ടിൽ വരുന്നു, എല്ലാം നശിച്ച് നാട്ടിൽ വന്നു. ഒരു 6000 രൂപയ്ക്ക് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഈ ബൈക്ക് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് BMW X5 X6 നിന്നുമാണ് വീണ്ടും ഷോഗണിലേക്ക് വരുന്നത്. ഈ ബൈക്കിലാണ് മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? വൈഫ് വീണ്ടും അടുത്തൊരു സ്കൂളിൽ 2.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ വൈഫ് ഒരു 18000 രൂപയ്ക്ക് ജോലിക്ക് പോയി. ആ ശമ്പളം വാങ്ങിച്ച് വാടക കൊടുക്കുകയും അവിടെ ഇരുന്ന സമയത്ത് ഒരു സോഷ്യൽ ചാനലിനകത്ത് എന്നെ പറ്റിയൊരു വാർത്തയല്ല, ഒരു അതെന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് പ്രോഗ്രാമാണ്. മനസ്സിലായില്ലേ? ഈ ഫോർ എക്സാമ്പിൾ ഈ ചില പ്രോഗ്രാംസ് വരുമല്ലോ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ പെയ്ഡ് പ്രോഗ്രാം പോലെ. ഈ പെയ്ഡ് പ്രോഗ്രാമിനകത്ത് ബേസിക്കലി ഞാനൊരു ചായ പോലും വാങ്ങിച്ചു കുടിക്കാത്ത വ്യക്തിത്വം നിന്ന് പറയുകയാണ് ഞാൻ അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത്. ഞാൻ അയാളെ ഒരു ചായ പോലും വാങ്ങിച്ചു കുടിച്ചിട്ടില്ലായിരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ പൊട്ടനെ ചെട്ടി പറ്റിച്ചാൽ ചെട്ടി ദൈവം പറ്റിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ചാ. അപ്പൊ ഇദ്ദേഹം നിന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും ഇത് ഏതോ ഒരുത്തൻ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിനകത്ത് ഇട്ടിട്ട് ഈ ലിങ്ക് മൊത്തം കൊല്ലത്ത് അങ്ങ് ഷെയർ ചെയ്തു. അപ്പൊ കൊല്ലത്ത് വന്നിരിക്കുന്ന ഞാൻ കോടിക്കണക്കിന് രൂപ തട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാണ് കേസ്. ഞാൻ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു ബ്രദർ, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ. ഞാൻ 2015 വന്നിട്ട് 2022 വരെ ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു. എന്നെ ആരും തട്ടിപ്പറിക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും വന്നില്ല. ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത്. അപ്പോൾ എൻ്റെ വൈഫിനാണെങ്കിലും ശരി ഭയങ്കര മെൻ്റൽ ട്രോമയായി. കാരണം ഞാൻ കോടിക്കണക്കിനുമായിട്ട് എന്ത് ചെയ്താലും ഷൈൻ എന്നടിക്കുമ്പോൾ ഇതാ വരുന്നത്. അന്നത്തെ മുഖ്യധാര മാധ്യമമാണ്. അപ്പം അന്ന് ഷൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൾഫിൽ നിന്നും കോടിക്കണക്കിന് രൂപയായിട്ട് വന്നു. എൻ്റെ വൈഫിനോട് ചേർത്തുള്ള ഫോട്ടോ കാണിക്കുക. പക്ഷെ വാസ്തവത്തിൽ താങ്കൾ വളരെ ഡ്രെയിൻഡ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. ദുരന്തം. അതായത് താങ്കൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു കാർ ലോൺ തന്നത് മരിച്ചുപോയ പ്രതാപൻ സാറാ, ബാങ്ക് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ പൈസ തന്നതാണ്. അപ്പോൾ ഇതെല്ലാത്തിനും തെളിവുകളുണ്ട്. കൊല്ലത്തെ ബാങ്കുകളിലായാലും കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചറിഞ്ഞറിയാം ഞാൻ വായ്പ എടുത്താണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അവർക്ക് പണ്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ പുറത്ത് അവരെനിക്ക് വായ്പ തന്നാണ്. ഇന്നും ഞാൻ കാശ് കൊടുത്ത് തീർക്കാൻ ആൾക്കാരുണ്ട്. തീർന്നില്ല, ഇനി ജെനുവിനായിട്ടുള്ളവർ. കാരണം എൻ്റെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയവർ പോട്ടെ. അപ്പോൾ ഈ ഷൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എത്ര കുളിപ്പിച്ചിട്ടും ഈ കോടിക്കണക്കിൻ്റെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം എൻ്റെ വൈഫ് വീട്ടിൽ വന്നിരുന്ന് കരയാണ്. കരയുന്ന എൻ്റെ വൈഫ് ഈ വീഡിയോ വെച്ചിട്ടാണ് കരയുന്നത്. കാരണം അവളെ സോഷ്യൽ അറിയാലോ, പെണ്ണുങ്ങളുടെ ക്യാരക്ടർ അറിയാലോ, നമ്മളെ തൊഴിലിടങ്ങളിൽ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആകെ പ്രയാസപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഫ്രണ്ട് പേജിൽ എക്സ്പെർട്ട് ചെയ്യാൻ സിംപ്ലിഫൈ, ഞാൻ ഒരു ലോ ഫോം സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സഹോദര തുല്യനായ സുഹൃത്തുമായിട്ട് ചേർന്നു. പുള്ളിയാണ് എൻ്റെ ലൈഫിനെ ഇത്രയും എൻഹാൻസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് വാർത്ത വരുന്നത്, അതും ഷൈൻ എന്നാണ്. അപ്പം ഞാൻ ആലോചിച്ച് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവണം. അപ്പം വിഷയം ഈ ഒരു ചാനലിലെ ഒരു ന്യൂസ് അല്ലേ ഉള്ളൂ. ഞാൻ അവളോട് തന്ന് പറഞ്ഞു 100 വാർത്തകൾ വരും എന്നെപ്പറ്റി, അഭിമാനിക്കാൻ തരത്തിലുള്ള 100. അതെ, ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയുടെ വൺ ഓഫ് ദ റിനൗണ്ട് പേഴ്സണാലിറ്റി ആയിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളുമായിട്ടായിരിക്കും എൻ്റെ ബന്ധവും. ഞാൻ അവരെ ആയിരിക്കും ഓണർ ചെയ്യുന്നത്, അവരായിരിക്കും എന്നെ ഓണർ ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എന്നെ ഓണർ ചെയ്തത് വെസ്റ്റ് ബംഗാൾ ഗവർണർ 2024 ആണ്. ഗവർണർ പറഞ്ഞേക്കുന്നത് എന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്യണം. ബിക്കോസ് ഓഫ് മൈ പോറിഡ്ജ്, എൻ്റെ കഞ്ഞിയാണ് അതിനോട് എത്തിച്ച്. അപ്പം ഈ പറഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരുപാട് കഴിവുകളും ആകാരവടിവായാലും ശരി, സംസാരിക്കാനായാലും ശരി തന്നെ. എനിക്കിതെന്താ സംഭവിച്ചത്? ശ്രീത്തെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് 1000 കാരണങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഞാൻ, ഗീതയമ്മയുടെ മകൻ. എൻ്റെ അമ്മ എന്ന് പറയുന്നതാണ് എൻ്റെ ഐക്കൺ. എൻ്റെ അമ്മ മരിച്ച് 10-20 വർഷമായി. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ബാക്കി എല്ലാവരെയും വായിച്ചാൽ. എൻ്റെ അമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് എന്ത് പറയും? എൻ്റെ അമ്മയുടെ കൂടെ പോലും ഞാൻ വളരെ കുറച്ച് വർഷങ്ങളെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ കുറച്ച് വർഷങ്ങളിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഗീതാ സോൾ കിച്ചൺ ഉണ്ടാവുന്നത്. എൻ്റെ ഇന്നത്തെയും എൻ്റെ വിഭവങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഗീതാ സോൾ കിച്ചണാണ്.
ഇതെല്ലാം കണക്റ്റഡ് ആണ്. യെസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഷൈൻ എന്നുള്ള പേരുമാറ്റത്തിനെ പറ്റി ചിന്തിച്ച് പല പേരുകളും പലരും സജസ്റ്റ് ചെയ്തു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഏറ്റവും അടുത്ത സഹോദരനും എന്ന് പറയാം, ഒരു പ്രശസ്തമായ ടെലിവിഷൻ ചാനലിലൂടെയാണ് എന്നെ നളൻ എന്ന് വിളിക്കുന്നത്. ഈ പേരിനെ പറ്റി സജസ്റ്റ് ചെയ്ത് വീട്ടിൽ സംസാരമുണ്ടായപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മകനും കൊണ്ടിരുന്നാണ് ഈ നളൻ എന്ന പേര്. കാരണം എനിക്കൊരിക്കലും മാറ്റമില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഇവൻ നന്നാവില്ല എന്നാണ് പറയുന്നത്. താങ്കൾ നളനെ വാങ്ങിച്ചു നോക്കിയാലും താങ്കൾ അവിടുന്ന് വാങ്ങിച്ചാലും ഇവിടുന്ന് വാങ്ങിച്ചാലും എനിക്കൊരു മാറ്റവും കറക്റ്റ് അല്ലേ? നളൻ, യെസ്. അത് ഞാൻ അങ്ങനെയാണ് ഈ പേര് എനിക്ക് സോഷ്യൽ മീഡിയ ഒരു അനുഗ്രഹം പോലെ തരുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ ബേസിസിൽ എനിക്ക് ഇന്നും ഷുവറാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഐ എം ദ ബെസ്റ്റ്. നാളെ ശ്രീജിത്ത് കഴിച്ച ഏറ്റവും ബെസ്റ്റ് ഫിഷ് ഫ്രൈ മനസ്സിൽ വിചാരിക്കും. ഞാൻ താങ്കളുടെ അമ്മയോടോ സഹോദരിമാരോടോ മത്സരിക്കില്ല. ബിക്കോസ് ദേ ആർ വിത്ത് ഗിഫ്റ്റഡ് ഹാൻഡ്സ്. ഇതൊരു ബ്ലെസ്ഡ് ആണ്. അതല്ലാതെ ഇനി ഇന്ത്യയിലെന്നല്ല കേരളത്തിലെന്നല്ല ഒരു കേരളീയൻ കള്ളിനറിയുടെ ഇന്നത്തെ ഈ പ്രായത്തിനകത്ത് അൾട്ടിമേറ്റായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. അത് നിങ്ങൾ ആരെ വേണമെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, വിൽ കുക്ക് ആൻഡ് വിൽ സീ. അതിന് ഏറ്റവും കൂടുതൽ അക്നോളജ് ചെയ്ത വ്യക്തിത്വം കേരളത്തിൽ നിന്നും കെ നായർ സർ, ഷെഫ്, ദി എക്സിക്യൂട്ടീവ് ഷെഫ്, റിട്ടയർഡ് ഫ്രം താജ് ഗ്രൂപ്പ്, ഹു കുക്ക്ഡ് ഫോർ ക്വീൻ എലിസബത്ത് ആൻഡ് ഹു ഷുക്ക് ഹാൻഡ്. അതായത് ക്വീൻ എലിസബത്തിന് ഫുഡ് ചെയ്ത് കൊടുത്ത് ഷേക്ക് ഹാൻഡ് വാങ്ങിച്ച കെ നായർ സാർ എൻ്റെ ഫുഡ് കഴിക്കാൻ വന്നു. ആ സാർ എന്നെ ഇന്നും കാണുന്നത് സാറിൻ്റെ ബെസ്റ്റ് എന്ന രീതിയിലാണ്. എൻ്റെ മെൻറ്ററാണ്, എൻ്റെ ഒരു ബിഗ് ബ്രദറിനെ പോലാണ്. ഈ 16-ാം തീയതിയും എൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. സാറ് പറഞ്ഞത് സാറിൻ്റെ അനുഗ്രഹത്തിൽ ആ വാക്കുകളിൽ നിന്നാണ് ഈ നളൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് ഞാൻ എന്നെ ഗ്രൂം ചെയ്തു. അതൊരു ചമ്മന്തി അരച്ചാലും ശരി, I will be the best and I am the best. ഗ്രേറ്റ്, ട്രൂ ഇൻസ്പിറേഷൻ വേർഡ്സ് ആണ് അത്. ആക്ച്വലി നേരത്തെ പറഞ്ഞപ്പോഴേ ഈ ഞാനിതെല്ലാം തിരുത്തി പറയിക്കുന്നൊരു ദിവസം വരും, അല്ലെങ്കിൽ 100 പത്രങ്ങളിൽ എന്നെക്കുറിച്ച് നല്ലത് വരുമെന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഗൂസ് ബംസ് മൊമെൻ്റ് ആണ്. ആക്ച്വലി അത് കേട്ടിരുന്നപ്പോൾ തന്നെ വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, നമ്മൾ ശരിയാണ് എന്ന് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ശരി ഉണ്ടെങ്കിൽ മാത്രം ഒരാൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണത്. അതും താങ്കൾ ഒറ്റപ്പെടുമ്പോൾ, താങ്കളെ ചുറ്റിലും താങ്കളുടെ കഴിവുകളെയോ ഇല്ലെങ്കിൽ താങ്കൾ ഇനിയും വീഴാൻ ചാൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പം താങ്കൾ ഒറ്റയ്ക്ക് എണീറ്റ് നിന്ന്, അതിനകത്ത് ഒരു പക്ഷേ താങ്കളുടെ വീട്ടിനകത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് വേണമെന്ന് നിർബന്ധമില്ല. കാരണം അവർക്കും പേടിയാണ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരാരതുമല്ല, ഞാൻ ഗീതയമ്മയുടെ മോനാണ്, ഞാൻ വിജയൻ്റെ മോനാണ്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, നിങ്ങളായാൽ പോലും ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ അമ്മച്ചി നിങ്ങളെ കൂടെ നിന്നാൽ, നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൂടെ നിന്നാൽ നിങ്ങൾ എന്താവും. കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ നശിച്ചു പോകരുത്. എൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ദ ക്വീനാണ്. സോ ഇഫ് യു ആർ ബോൺ ഫോർ എ ക്വീൻ, ദെൻ ഹൂ യു ആർ മാറ്റേഴ്സ് അല്ലേ? ഇപ്പൊ താങ്കളുടെ തന്നെ ചോദിക്കുകയാണ്, ഇഫ് യു ആർ ബോൺ ഫോർ എ ക്വീൻ, ദെൻ ഹൂ ആർ യു? ബി സോ ബി ഇറ്റ്. സിമ്പിൾ അല്ലേ? ഞാൻ ഇതിനകത്ത് ഇപ്പം നിങ്ങളെ അമ്മയെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ പറയാം, എൻ്റെ കാര്യം വിട് അല്ലേ? ഐ എം ബോൺ ഫോർ എ ക്വീൻ. സോ ബി ഇറ്റ്. പ്രൗഡ്ലി സേസ്. അതെ, ഞാനെൻ്റെ മകൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നത്, നീ പഠിക്കേണ്ട ഒരു കാര്യം, നിന്നെപ്പോലെ ഒരു മകനെ ജനിക്കണം എന്ന് നീ വാശി പിടിക്കാവൂ. അപ്പുറത്തെ വീട്ടിലെ ശശാങ്കനോ സോമനെയോ കണ്ടുപഠിക്കാനോ അപ്പുറത്തെ വീട്ടിലെ അയാളെ മോനെ കണ്ടുപഠിക്കാനോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് ജനിക്കുന്നത് നമ്മളെപ്പോലെ ഇരിക്കണം, നമ്മളായിരിക്കണം. അപ്പോൾ എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ബോൾഡായിട്ട് കൂടെ നിൽക്കും. അത് മതി, ആ ഒരു ഒറ്റ ശക്തി മതി. അതാണ് മാതൃത്വത്തിൻ്റെ രുചിക്കൂട്ടുകൾ എന്ന് ഞാൻ അവകാശപ്പെടുന്നത്. എൻ്റെ അച്ഛൻ ഒരു പൊളിറ്റീഷ്യനോ അമ്മ സിനിമാ നടിയോ ഒന്നുമല്ല. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ടോപ്പ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ടോപ്പ് സെലിബ്രിറ്റീസ് ഈ കൈ കൊണ്ട് ആഹാരം കഴിച്ചിട്ടുണ്ട്. എനിക്കതൊരു വലിയ കാര്യമല്ലേ?
ഉറപ്പായിട്ടും 100% വലിയ കാര്യം തന്നെയാണ്. ഇതൊരു ഭയങ്കര ഒരു ട്രൂ ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുമ്പോഴേ നമ്മുടെ ഒരുപാട്, അതായത് ബിസിനസ്സിലൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് തകർന്നു പോയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും നമുക്ക് വരുന്ന കമൻറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും ശരിക്കും താങ്കളുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ചെറുതല്ല. കാര്യം ഇത് വെറുതെ ചില വാക്കുകളിൽ പറയുന്നതല്ല, ജീവിതം ജീവിച്ച് തെളിയിച്ച് കാണിച്ച ആളാണ് അല്ലേ. അതൊരു ഒരിക്കലും നമുക്ക് അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ചോ അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും മോട്ടിവേഷൻ ബുക്ക് വായിച്ചോ പറയുന്നതല്ല. ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ എനിക്ക് വേറെ അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, താങ്കൾ ഷെഫ് നളനായിട്ടാണോ ഇപ്പോൾ ചൈനയിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടേക്കുള്ളൊരു ട്രാവൽ അതെങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ വരികയും നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ, കാരണം നാട്ടിൽ ജീവിച്ച് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം പെട്ടെന്ന് പറഞ്ഞ പോലീസ് കേസാവും, കോടതിയാവും, പിടിച്ചിടും. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ആ ഭയം ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മളെ കൂടെ ഇരിക്കുന്നവർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നമ്മളെ ഇവിടുന്ന് നാട് കടത്തി. അപ്പോൾ നാട് കടത്തി ഞാൻ ആക്ച്വലി ചൈനയിൽ ചെന്ന് ഏകദേശം 5 വർഷം എടുത്തു. ഈ 5 വർഷം കൊണ്ടും ആദ്യത്തെ ഒരു 3 ഇയേഴ്സ് ഞാൻ ഒരു വക്കീലിനെയാണ് കേസ് ഏൽപ്പിച്ചത്. ആ വക്കീൽ എന്നെ 5 ലക്ഷം രൂപ പറ്റിച്ചു. അതായത് അവിടെ ഇരുന്നിട്ട് ഞാൻ നാട്ടിൽ കേസ് നടത്തുക. ഈ നാട്ടിൽ കേസ് നടത്തുന്ന സമയത്ത് ഈ ലോയറിനെ ഞാൻ വിളിക്കുമ്പം അടുത്ത ആഴ്ച വിളിക്കൂ. ഒരു മാസത്തിൽ 4 ആഴ്ചയേ ഉള്ളൂ. എൻ്റെ 3 വർഷം കടന്നുപോയി. എന്നിട്ട് ലാസ്റ്റിൽ വേറൊരു ലോയറിനെ ഞാൻ ഏൽപ്പിച്ചു. ആ ലോയറാണ് എന്നെ രക്ഷിച്ചത്. ലോയറിൻ്റെ പേര് ഞാൻ അന്തസ്സോടുകൂടി പറയും, അഡ്വക്കേറ്റ് ജോൺസൺ ഗോമസ്. കാരണം പുള്ളി വളരെ ജെനുവിനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മറക്കാൻ പറ്റില്ല. ഞാനൊരു കേസ് എടുക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് നോക്കും. അപ്പം തന്നെ ഞാൻ ജയിച്ചു. പിന്നെ ഒരു വക്കീലിൻ്റെ കഴിവാണ് അത് കോടതിയിൽ ജയിപ്പിക്കുക എന്നുള്ളത്. ഭയങ്കര, ഞാൻ ഇന്നും സാറിനെ ബഹുമാനിക്കുന്ന കാര്യം അതാണ്. ആ സാറുമായിട്ട് കൂടിയിട്ടാണ്, വേറെ 2 വ്യക്തിത്വങ്ങളായിട്ട് കൂടിയിട്ടാണ് ഞാൻ LX, കാരണം ആ വാശിക്കാണ് ഇന്ന് LX Pertians എന്ന് പറഞ്ഞൊരു ലോ ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. സാറ് വളരെ ജെനുവിൻ, അതായത് വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ്. നമ്മൾ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ സർവീസ് ചോദിക്കുന്നത്. ആ സമയത്ത് വക്കീലന്മാർ ഫോൺ എടുത്തിട്ട് നാളെ വിളിക്കടേ, മറ്റന്നാൾ വിളിക്കടേ. ഒരാൾ പ്രതിസന്ധിയിലാണ് വരുന്നത്. ഇന്ന് ഞങ്ങൾക്കുള്ള കംപ്ലീറ്റ് ലോയേഴ്സ് 24/7 ആ പ്രതിസന്ധിയിൽ നിങ്ങളുടെ സുഹൃത്താണ്. പൈസ നമ്മൾ ചോദിക്കും, നമ്മൾ വാങ്ങിക്കും, ഇല്ലെങ്കിലും നമ്മൾ കൂടെ നിൽക്കും. അതിൽ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ. ഇന്ന് എൻ്റെ മകൻ LLBക്ക് പഠിക്കുക. അതെയോ? കാരണം ആൾക്കാരെ മനസ്സിലാക്കി പോവുക. കാരണം ഒന്നും കൊണ്ടുവന്നിട്ടും ഇല്ല ശ്രീജിത്ത്, ഒന്നും കൊണ്ടുപോകുന്നില്ല. സോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഏകദേശം 10-300 മില്യൺ എഗ്സുമായിട്ട് മത്സരിച്ചാണ് നമ്മൾ ജനിക്കുന്നത് അല്ലേ. നമ്മൾ അച്ഛനും അമ്മയും സ്നേഹത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ 10-300 മില്യൺ സ്പോം എഗ്സുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ജനിച്ചതേ ഹീറോ ആയിട്ടാണ് അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ ആരടുത്ത് മത്സരിക്കാനാണ്? ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ഈശ്വര, ഇതൊരു ജേണി ആയിരിക്കും. നമുക്കെല്ലാം ഒരു പ്രിപ്പറേഷനും ഒരു പ്ലാനിങ്ങും ആയിരിക്കും. കാരണം 9 മാസത്തോളം എൻ്റെ ഒരു ഹോളിസ്റ്റിക് സ്റ്റഡിയാണ്. 9 മാസത്തോളം ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ ടോട്ടലി ഫ്ലൂയിഡ് ആയിരുന്നു അല്ലേ. എനിക്ക് കഴിക്കാനുള്ളതെല്ലാം ആ വയറ്റിൽ പ്രിപ്പയർഡ് ആയിരുന്നു. യെസ് അല്ലേ? ഒരു സൈഡിൽ 9ാം മാസം എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വലിച്ച് വെളിയിലിടുമ്പോൾ ഒരു സൈഡിൽ മരണവും ഒരു സൈഡിൽ ജനനവും നടക്കുകയാണ് അല്ലേ. നിലയും വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഒരാവശ്യമില്ലാത്തൊരു കാര്യം. നില വിളിച്ചുകൊണ്ട് എന്താ വന്നേ? രണ്ടാമത്തത്, ഈ ഭൂമി എടുത്തു നോക്കിയാൽ ഭൂഗർഭമാണ്. മുകളിലും വെള്ളമാണ്, താഴെയും വെള്ളമാണ്. കഴിക്കാനുള്ളതെല്ലാം പ്രകൃതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ജനിക്കുന്നതെങ്കിലോ? Beautiful concept. You never know. Yes, right. This might be the supernatural preparation. And എന്നെ സംബന്ധിച്ചിടത്തോളം nature is the ultimate. I don't use any kind of chemicals. എനിക്ക് ഇപ്പം ഒരു തരത്തിലുള്ള കെമിക്കലും, അത് ഗുളികയാവട്ടെ മരുന്നാവട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന ഐ ആം ഫ്രം ദ നേച്ചർ. ഇപ്പം പല സ്ത്രീകൾക്കുമുള്ള പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ മതി, ഐസ് ഇല്ലാണ്ട്, വെള്ളം ഒഴിക്കാണ്ട് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് 2-3 ദിവസം കുടിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ മാറും. അതേപോലെ പാഴ്സ്ലി ലീഫ് കുടിച്ചാൽ മതി, യൂറിക് ആസിഡ് ഇഷ്യൂസ് മാറ്റാൻ പറ്റും. ഞരിഞ്ഞിലിൻ്റെ വെള്ളം ഇട്ട് കുടിക്കുന്നതെന്ന് പറയും. ഇങ്ങനെ പ്രകൃതിയിൽ നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ ഇതിനുള്ള മരുന്നെല്ലാം ഇല്ലേ? ഒന്ന്.
പ്രകൃതിയിൽ ആഹാരം തന്നെ സേവ് ചെയ്തിട്ടില്ലേ. ഇനി പലരും ചോദിച്ചിട്ടുണ്ട് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ. ഞാൻ അവർക്ക് തിരിച്ചു വയ്ക്കും, മണ്ണ്, ഭൂമി, മണ്ണ് വെജാണോ നോൺ വെജാണോ. നിന്റെ ജനറ്റിക് എഞ്ചിനീയറിങ് എന്താണോ നിനക്ക് ഹാപ്പി ആക്കണം, നീ അത് കഴിക്കും. അതല്ലാണ്ട് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആകെ വന്നിരിക്കുന്നത് 840 മാസം, 70 വയസ്സ് വരെ ആയുസ് കിട്ടിയ ഇത് എന്തോ പഠിച്ചെന്നാ പറയുന്നത്. സത്യം. അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ. നമുക്ക് അറിവില്ലായ്മയെ ബഹുമാനിച്ചു പോയാൽ ഇപ്പം എന്താ പ്രശ്നം? ഇച്ചിരി അറിയാം എന്ന് തോന്നിക്കഴിയുമ്പോഴാണ് അഹങ്കാരമാണ്. അറിയത്തില്ല, അറിവില്ല. അറിവില്ലായ്മ ഒരു തെറ്റല്ല, വിവരക്കേടാ തെറ്റ്. ഈ തോട്ട് പ്രോസസ്സ് ആണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ. ഞാൻ എന്നെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഞാൻ പലരിൽ നിന്നും സജഷൻസും കമൻസും കേൾക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ബ്രദർ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാണ്. ഇത് ബ്രദറിൻ്റെ കോൺസെപ്റ്റാണ്. ഇതിനകത്ത് പലർക്കും വന്ന് അഭിപ്രായം പറയാൻ പറ്റും. അതിനകത്ത് താങ്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പറയുമ്പോൾ താങ്കൾ അതിൻ്റെ ജെനുവിനിറ്റി സ്റ്റഡി ചെയ്തെടുക്കും. എക്സാക്ട്ലി. അല്ലാത്തൊരാളടുത്ത് ഞാൻ പറയും, എന്നാൽ നീ അങ്ങ് നടത്തിക്കോ. ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയുന്നൊരു കാര്യം, ഇറ്റ്സ് മൈ കോൺസെപ്റ്റ്, മൈ തോട്ട് പ്രോസസ്, മൈ എഫേർട്ട് ആൻഡ് മൈ ഐഡിയാസ് വർക്ക്ഡ്. യെസ്. If it was your idea, you should have been here and I should have been there. So don't give me that. Support me and help me to grow. We'll grow together. Yes, yes. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം ഞാൻ ഒരു പലതും പറയും, നിങ്ങളെ ബ്രെയിൻ വീട്ടിൽ വെച്ചിട്ട് വരിക. എൻ്റെ കോൺസെപ്റ്റിന് എനിക്ക് നിങ്ങളെ ബ്രെയിൻ വേണ്ട, നിങ്ങളെ എഫേർട്ട് മതി. ആ എഫേർട്ട് 100% ഇടണം. പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ ചെന്നിരിക്കുമ്പോൾ അങ്ങ് അഭിപ്രായങ്ങളാണ്. അതെ, അതെ. അപ്പോൾ ബ്രദർ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ചാനലും വീഡിയോ എല്ലാം കൊണ്ട് വരും. ഇത് ശരിയാവത്തില്ല. ഞാൻ മെനഞ്ഞാന്നില്ല അവിടെ വർക്ക് ചെയ്തിരുന്നതാ, അവിടെ പൂട്ടി. അവിടുത്തെ കാര്യം നീ അവിടെ വർക്ക് ചെയ്തിട്ടല്ലേ അവിടെ പൂട്ടിയത്. അപ്പൊ നിന്നെ ഇവിടെ ജോലിക്ക് എടുത്തവന് വേണേ അടിക്കാൻ അല്ലേ. ജനറലി നടക്കുന്ന കാര്യം. അപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് അങ്ങനെ എങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം, ചേട്ടൻ്റെ സേവനം വേണ്ട. കാരണം എൻ്റെ തോട്ട് പ്രോസസ്സ് ഇത് എപ്പോഴും അത് ശ്രീജിത്താണേലും ചിന്തിച്ചോണം. ശ്രീജിത്തിൻ്റെ തോട്ട് പ്രോസസ്സിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന എന്ത് വന്നാലും അവരെ കട്ട് ചെയ്യണം ലൈഫിൽ നിന്ന്. അതാണ് റൂൾ നമ്പർ 1. ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. ശ്രീജിത്ത് ഇങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ശരിയാവും, സജഷൻസ് അല്ലേ. ക്ലാരിറ്റി. ശ്രീജിത്ത് ആലോചിക്കും, ശരിയാണല്ലോ. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാം പറഞ്ഞു, ഈ വ്യക്തിത്വങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. നേരെ വെച്ച് ഇന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യും. ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. നമ്മൾ ചിന്തിച്ചില്ല. നമ്മളെപ്പോഴും നെറ്റ്വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. യെസ്, നമ്മളങ്ങനെ ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് കള്ള് ഷാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഇദ്ദേഹം ഷൈനിൽ നിന്ന് നളനിലേക്കുള്ള, അല്ലെ, ഷെഫ് നളനിലേക്കുള്ള ഒരു രൂപമാറ്റം കൂടെ നടത്തിയിരിക്കുകയാണ്, അല്ലേ.